അടുത്തതായി ഓപ്പറോണിൻ്റെ കമ്പോണൻസുകൾ. ഒരു ഓപ്പറോൺ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് ജീനുകളിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് കാണപ്പെടുക? സോ കമ്പോണൻസ് ഓഫ് എൻ ഓപ്പറോൺ, ഒരു ഓപ്പറോണിൽ കാണപ്പെടുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രക്ചറൽ ജീൻസ്, അതിൽ കാണുന്നതാണ് സ്ട്രക്ചറൽ ജീൻസ്. രണ്ട് കൺട്രോൾ ജീൻസ്, സ്ട്രക്ചറൽ ജീൻസ്, കൺട്രോൾ ജീൻസ്, പിന്നെ വരുന്നത് റെഗുലേറ്ററി ജീൻസ്. ഇത്രയാണ് നമ്മുടെ ഓപ്പറോണിൽ കാണുന്ന കമ്പോണൻറ്റുകൾ. ആദ്യത്തേത് സ്ട്രക്ചറൽ ജീൻസ്. സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രൊമോട്ടർ കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന ജീനുകളാണ് സ്ട്രക്ചറൽ ജീൻസ്. ഈ സ്ട്രക്ചറൽ ജീൻസാണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA മാറുന്നത്. ഈ mRNA ആണ് പ്രോട്ടീനായിട്ട് മാറുന്നത്, അതായത് ജീൻ എക്സ്പ്രഷനായിട്ട് മാറുന്നത്. സോ ആദ്യത്തെ കമ്പോണൻ്റ് ഓപ്പറോണിൽ കാണുന്നത് സ്ട്രക്ചറൽ ജീൻസ് ആണ്. സ്ട്രക്ചറൽ ജീൻസിൻ്റെ ഡ്യൂട്ടി ട്രാൻസ്ക്രൈബ് ആൻഡ് സിന്തസൈസ് mRNA. ആ ജനറ്റിക് മെറ്റീരിയലുള്ള ആ കമ്പോണൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA ആയിട്ട് മാറുന്നത്, ആ ജീനുകളെ ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA ആക്കി മാറ്റുന്നത് സ്ട്രക്ചറൽ ജീൻസുകളാണ്. സ്ട്രക്ചറൽ ജീൻസിൻ്റെ ഡ്യൂട്ടി ട്രാൻസ്ക്രൈബ് അല്ലെങ്കിൽ സിന്തസൈസ്, DNA-യിലുള്ള ജനറ്റിക് മെസ്സേജിലെ ഇൻഫർമേഷൻ ട്രാൻസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മെസ്സഞ്ചർ RNA, DNA-നെ മെസ്സഞ്ചർ RNA ആക്കി മാറ്റുക. രണ്ടാമത്തെ കമ്പോണൻ്റാണ് ഓപ്പറോണിൽ കാണുന്നത് കൺട്രോൾ ജീൻസുകൾ. ഓപ്പറോണിൽ കാണുന്ന രണ്ടാമത് കൺട്രോൾ ജീൻസുകളാണ്. കൺട്രോൾ ജീൻസിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ആക്ടിവിറ്റികളെ കൺട്രോൾ ചെയ്യുക. അതിലേത് ജീൻ എക്സ്പ്രസ്ഡ് ആവണം, ഏത് ജീൻ എക്സ്പ്രസ്ഡ് ആവണ്ട എന്ന് കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് കൺട്രോൾ ജീൻസ്. സോ കൺട്രോൾ ദ ആക്ടിവിറ്റി ഓഫ് സ്ട്രക്ചറൽ ജീൻ. നമ്മൾ പറഞ്ഞ ആ സ്ട്രക്ചറൽ ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടേണ്ട സ്ട്രക്ചറൽ ജീനിനെ കൺട്രോൾ ചെയ്യണേ. ഏത് ജീനുകൾ ട്രാൻസ്ക്രൈബ് ആവണം, ഏത് ജീനുകൾ mRNA ആയിട്ട് മാറണം, ഏത് ജീനുകൾ അങ്ങനെ ആവണ്ട എന്ന് കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് കൺട്രോൾ ജീൻസ്. കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് സ്ട്രക്ചറൽ ജീൻ. സോ ഈ കൺട്രോൾ ജീൻസുകളാണ് പ്രൊമോട്ടർ ജീൻ, ഓപ്പറേറ്റർ ജീൻ ആൻഡ് റെഗുലേറ്ററി ജീൻ. 3 തരത്തിലുള്ള കൺട്രോൾ ജീനുകളുണ്ട്. പ്രൊമോട്ടർ ജീനുണ്ട്, ഓപ്പറേറ്റർ ജീനുണ്ട്, റെഗുലേറ്ററി ജീൻ. ആദ്യത്തേതാണ് പ്രൊമോട്ടർ ജീൻ അഥവാ പി ജീൻ. സോ റെഗുലേറ്ററി ജീൻ ആൻഡ് ഓപ്പറേറ്റർ ജീൻ പോലെ തന്നെ ആദ്യത്തെ കൺട്രോൾ ജീനുകളാണ് പ്രൊമോട്ടർ ജീൻ. പ്രൊമോട്ടർ ജീൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, പ്രൊമോട്ടർ ജീൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു DNA-യുടെ സെഗ്മെൻറ്റ് തന്നെയാണ് പ്രൊമോട്ടർ ജീൻ എന്ന് പറയുന്നത്. അതിന് ആ പ്രൊമോട്ടർ റീജിയനിലാണ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് എ സൈറ്റ് വെയർ RNA പോളിമറേസ് ബൈൻഡ്. RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന റീജിയനാണ് പ്രൊമോട്ടർ റീജിയൻ. DNA-യുടെ തന്നെ ഒരു ഭാഗമാണ്, സെഗ്മെൻറ്റ് തന്നെയാണ് പ്രൊമോട്ടർ റീജിയൻ. അവിടെ വന്നിട്ടാണ് ആ പ്രൊമോട്ടറിലാണ് RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുകയും ചെയ്യുന്നത് പ്രൊമോട്ടർ ജീനിലാണ്. രണ്ടാമത്തെ കൺട്രോൾ ജീനാണ് ഓപ്പറേറ്റർ ജീൻ. ഓപ്പറേറ്റർ ജീൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രൊമോട്ടർ ജീനിൻ്റെ അടുത്ത് തന്നെയാണ് ഓപ്പറേറ്റർ ജീൻ ഇരിക്കുന്നത്, അഡ്ജസെൻറ്റ് ടു ദ പ്രൊമോട്ടർ ജീൻ. പ്രൊമോട്ടർ ജീൻ എന്ന് പറഞ്ഞാൽ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓപ്പറേറ്റർ ജീൻ അഥവാ O ജീൻ ഇരിക്കുന്നത്. ഇവിടെയാണ് റിപ്രസർ ബൈൻഡ് ചെയ്യുന്നത്. സോ പ്രൊമോട്ടറിൽ വന്ന് RNA പോളിമറേസ് ബൈൻഡ് ചെയ്തു സ്ട്രക്ചറൽ ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് ഈ പറഞ്ഞ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം ഓപ്പറേറ്റർ റീജിയൻ പ്രൊമോട്ടർ ജീനിന് അടുത്തായിട്ടുള്ള ഓപ്പറേറ്റർ ജീനിലാണ്. ആ ഓപ്പറേറ്റർ ജീനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് റിപ്രസറാണ്. റിപ്രസർ എന്ന് പറഞ്ഞാൽ വേറെ ജീൻ ഒരു ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ജീനുകളിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സോ ഓപ്പറേറ്ററിൽ വെയർ റിപ്രസർ ബൈൻഡ്, ആ റീജിയൻ്റെ പ്രത്യേകത റിപ്രസർ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഓപ്പറേറ്ററിലാണ്. നോർമലി ഈ ഓപ്പറേറ്റർ ജീൻസ് ഓൾവേസ് നോർമലി സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കും, അവിടെ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കും. കാരണം ഈ ഓപ്പറേറ്റർ റീജിയനിൽ എപ്പോഴും നമ്മുടെ റിപ്രസർ വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓപ്പറേറ്റർ റീജിയനിൽ റിപ്രസർ അതിൻ്റെ മേലെ വന്ന് ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ഓപ്പറേറ്റർ റീജിയൻ സ്വിച്ച്ഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. സോ എപ്പോൾ ഒരു സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മെക്കാനിസം ആയിട്ട് മാറുന്നത്, ഈ റിപ്രസർ അവിടെ നിന്ന് എപ്പോഴാണ് വിത്ഡ്രോൺ ചെയ്യുന്നത്, ഓപ്പറേറ്റർ റീജിയനിൽ റിപ്രസർ എപ്പോഴാണ് എടുത്തു മാറ്റപ്പെടുന്നത്, അവിടെ നിന്ന് വിത്ഡ്രോൺ ആവുന്നത്, അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ പ്രൊമോട്ടർ റീജിയനിൽ വന്നിട്ട് RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്ത് ഈ സ്ട്രക്ചറൽ ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA ആയിട്ട് മാറ്റുള്ളൂ. സോ ഈ ഓപ്പറേറ്റർ ജീനാണ് സ്വിച്ച് ഓൺ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് മെക്കാനിസം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഓപ്പറേറ്റർ ജീനിൽ നമ്മുടെ റിപ്രസർ വന്ന് ബൈൻഡ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുന്നുണ്ടാവും. റിപ്രസർ അവിടെ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ RNA പോളിമറേസ് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ജീൻസ് ഫങ്ഷണലായിട്ട് എക്സ്പ്രസ്ഡ് ആവാൻ തുടങ്ങുന്നു. സോ ഒരു സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റർ ജീനാണ്. ഓപ്പറോണിൻ്റെ അടുത്ത കമ്പോണൻ്റാണ് റെഗുലേറ്ററി ജീൻ.
റെഗുലേറ്ററി ജീനെ ഐ ജീൻ എന്നാണ് പറയപ്പെടുന്നത്, ഐ ജീൻ. സോ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടറിന് അടുത്തായിട്ടാണ് റെഗുലേറ്ററി ജീൻ അഥവാ ഐ ജീൻ ഇരിക്കുന്നത്. സോ റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത് കോഡ്സ് ഫോർ റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നതാണ് റെഗുലേറ്ററി ജീൻ. എന്താണ് ചെയ്യുന്നത്? റിപ്രസർ പ്രോട്ടീനെ കോഡ് ചെയ്തിട്ട് ഇറ്റ് ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ. എന്നിട്ട് ആ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്ററിനെ ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് സ്വിച്ച് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ സ്വിച്ച് ഓഫ് ചെയ്ത് സ്ട്രക്ചർ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടാതെ ചെയ്യുന്നു. അതാണ് റെഗുലേറ്ററി ജീൻ. സോ ഐ ജീൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ വേർഡിൽ നിന്ന് വന്നതാണ്, ഇൻഡ്യൂസർ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നല്ല ഐ ജീൻ എന്ന് പറഞ്ഞ പേര് വന്നത്. സോ ഐ ജീൻ എന്ന് സൂചിപ്പിക്കുന്നത് ഇൻഹിബിഷൻ ആണ്, അല്ലാതെ ഇൻഡ്യൂസർ അല്ല. സോ റെഗുലേറ്ററി ജീൻ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടറിൻ്റെ അടുത്തായിട്ടാണ് റെഗുലേറ്ററി ജീൻ ഇരിക്കുന്നത്. അത് റിപ്രസർ പ്രോട്ടീനെയാണ് കോഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, ട്രാൻസ്ക്രിപ്ഷൻ നടക്കാതിരിക്കുന്നു. സോ റെഗുലേറ്ററി ജീനിലെ 2 ടൈപ്പ് പറയുകയാണെങ്കിൽ, ഒന്ന് റിപ്രസർ, പിന്നെ ഒന്ന് ഇൻഡ്യൂസർ. റിപ്രസർ എന്ന് പറയുന്നത് പ്രോട്ടീൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ റിപ്രസർ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്, പ്രൊഡ്യൂസ്ഡ് ബൈ റെഗുലേറ്ററി ജീൻ. ഈ റെഗുലേറ്ററി ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് റിപ്രസർ. അതെന്താ ചെയ്യണേ? റിപ്രസർ ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ ജീൻ. ഓപ്പറേറ്റർ ജീനിൽ ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് mRNA അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ, സ്ട്രക്ചർ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അതാണ് റിപ്രസർ. റിപ്രസറുടെ ഡ്യൂട്ടി എന്താണ്? ഓപ്പറേറ്ററിനെ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA ആവുന്നത് തടയുന്നു. അതാണ് റിപ്രസർ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ചെയ്യുന്നത്. റിപ്രസർ എന്ന് പറഞ്ഞ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? റെഗുലേറ്ററി ജീൻ. ഒരു കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ ആണ് ത്രൂ റിപ്രസർ. പിന്നെ ഒന്നുള്ളത് ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്ട്രേറ്റ് ആവാം, ഒരു ഹോർമോൺ ആവാം, അല്ലെങ്കിൽ ഒരു മെറ്റബോളൈറ്റ്. ഹോർമോൺ, സബ്സ്ട്രേറ്റ്, മെറ്റബോളൈറ്റ് ഒക്കെ ഒരു കെമിക്കലാണ് നമ്മൾ പറയുന്നത് ഇൻഡ്യൂസർ. കെമിക്കൽ ബൈൻഡ് ടു ദ റിപ്രസർ. ഈ റിപ്രസറിനെ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഇൻഡ്യൂസർ. ഈ റിപ്രസറിനെ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പ്രിവെൻറ്റ് റിപ്രസർ. റിപ്രസർ വന്ന് ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് തടയുക എന്നുള്ളതാണ് ഇൻഡ്യൂസറിൻ്റെ ഡ്യൂട്ടി. സോ പ്രിവെൻറ്റ് റിപ്രസർ ഫ്രം ബൈൻഡിങ് ടു ദ ഓപ്പറേറ്റർ ജീൻ. ഓപ്പറേറ്റർ ജീനിൽ വന്ന് റിപ്രസർ വന്ന് ബൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി വരുന്നതാണ് ഇൻഡ്യൂസർ. അതൊരു കെമിക്കലാണ്. സോ റിപ്രസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡ്യൂസർ വന്നു കഴിഞ്ഞാൽ റിപ്രസറിന് ഓപ്പറേറ്റർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് കീപ് സ്വിച്ച് ഓൺ ആക്കിയിരിക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഇൻഡ്യൂസറാണ്. സ്വിച്ച് ഓഫ് ആക്കിയിട്ടിരിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ റിപ്രസറാണ്. സോ എപ്പോഴും റിപ്രസർ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഒരു ഇൻഡ്യൂസർ വന്നു കഴിഞ്ഞാൽ റിപ്രസറിന് നമ്മുടെ ഓപ്പറേറ്റർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുകയില്ല. സോ കീപ് സ്വിച്ച് ഓൺ ആക്കിയിരിക്കാൻ സഹായിക്കുന്നത് ഇൻഡ്യൂസറാണ്. ആൻഡ് ഫ്രീ ഓപ്പറേറ്റർ റീജിയനെ ഫ്രീ ആക്കുന്നു. ബിക്കോസ് നമ്മുടെ ഇൻഡ്യൂസർ വന്ന് ഈ റിപ്രസറിൽ ബൈൻഡ് ചെയ്യുമ്പോൾ റിപ്രസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്റർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇത് സ്വിച്ച് ഓൺ ആയി മാറുന്നു. സോ ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ഓപ്പറേറ്റർ റീജിയൻ ഫ്രീ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓപ്പറേറ്റർ റീജിയനിൽ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യലും ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ആ സ്ട്രക്ചറൽ ജീൻ നടക്കുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ലാക്കോപ്രോണിൽ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ലാക്ടോസ് ആണ് ലാക്കോപ്രോണിൽ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ റെഗുലേറ്ററി ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീൻ്റെ ഡ്യൂട്ടി സ്വിച്ച് ഓഫ് ചെയ്യുക, ട്രാൻസ്ക്രിപ്ഷൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ആ റിപ്രസർ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റിപ്രസർ പ്രോട്ടീൻ. സോ അതെന്ത് ചെയ്യുന്നു? റിപ്രസർ പ്രോട്ടീൻ റെഗുലേറ്ററി ജീനിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അതേ വഴിയായിട്ട് എന്താ? ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, സ്വിച്ച് ഓഫ് മെക്കാനിസം ആയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇൻഡ്യൂസർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഡ്യൂസർ വന്നിട്ട് റിപ്രസറിന് വന്ന് ബൈൻഡ് ചെയ്തിട്ട് റിപ്രസറിന് ആരുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല? ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്പറേറ്റർ എന്തായി? ഫ്രീ ആയി. ഓപ്പറേറ്റർ ഫ്രീ ആയി കഴിഞ്ഞാൽ അവിടെ ഓപ്പറേറ്റർ എന്ത് ചെയ്യുക? ആ പ്രൊമോട്ടറിൻ്റെ ഫംഗ്ഷനെ തടയില്ല. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ഇത്രയാണ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ആൻ ഓപ്പറോൺ.